നമസ്കാരം. എൻ്റെ പേര് ജോസ്ന. ഞാൻ ഡോക്ടർ ആശയുടെ ക്ലിനിക്കിൽ ഇപ്പോൾ 8 ദിവസമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. എൻ്റെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞാൽ പേര് തന്നെ പറയണം, ഷാജു. എൻ്റെ സ്കൂൾ ഫ്രണ്ടാണ്. അവൻ്റെ സിസ്റ്റർ ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ബെറ്ററായെന്ന് പറഞ്ഞാൽ മുഴുവൻ ക്യൂറായി വന്നെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ ഡോക്ടറെ കാണാൻ വന്നത്. ഞാനിവിടെ ഡോക്ടറിനെ കാണാൻ വരുന്ന സമയത്ത് മാനസികമായിട്ട് നല്ല പ്രശ്നം വന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇരിക്കാനോ നടക്കാനോ കടക്കാനോ ഒന്നും പറ്റത്തില്ല. ഞാനൊരു 10-11 കൊല്ലമായിട്ട് 4 വീലർ ഓടിക്കുന്നതാണ്. എനിക്ക് ആ സീറ്റിൽ പോലും ഒന്ന് കയറി ഇരുന്ന് ഒരു സ്ഥലത്ത് പോകാനായിട്ട് പറ്റാത്തൊരവസ്ഥയായി. ഈവൻ വീട്ടിൽ തന്നെ മക്കളുടെ കൂടെ 5 മിനിറ്റ് ഇരിക്കാൻ പറ്റത്തില്ല. സ്വന്തമായിട്ട് ഇരിക്കാനോ എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാനോ പറ്റാത്ത അവസ്ഥ. അത്രയ്ക്കും. എന്താണ് എൻ്റെ പ്രോബ്ലം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. എൻ്റെ പ്രോബ്ലം നടുവേദനയായിരുന്നു. നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 കൊല്ലമായിട്ട് എനിക്ക് ഈ പ്രോബ്ലം ഉണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ വാഗമൺ ആ ഒരു ഏരിയയിലെ ഒരു ചികിത്സ ഉണ്ട്, അവിടെ പോയി മരുന്ന് മേടിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് അവിടെ എന്നെ കൊണ്ടുപോയി. അവിടുന്ന് മരുന്ന് വാങ്ങി ഞങ്ങൾ വന്ന് ഏതാണ്ട് ഒരു 1.5 ആഴ്ചയോളം ആ മെഡിസിൻ ഞാൻ കഴിച്ചെന്ന് പറഞ്ഞാൽ ആ മെഡിസിൻ കഴിച്ച് എനിക്ക് ദേഹം മൊത്തം ചൂടുകുരുവായി. എനിക്ക് എൻ്റെ ബോഡി ടെമ്പറേച്ചറുമായിട്ട് അത് നടക്കത്തില്ലായിരുന്നു. അങ്ങനെ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇംഗ്ലീഷ് മരുന്ന് തന്നെയായിരുന്നു. വേദന വരും, നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ അടിക്കുകയോ അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങിക്കുകയോ ചെയ്യും. അത് കഴിഞ്ഞ് വരും. ഇങ്ങനെ കുറേ നാൾ പോയി. പിന്നെ ഞാൻ ഒരു 3 ഇയേഴ്സിന് മുന്നേ ഒരു ബേബി ഡെലിവറി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസൊക്കെ ചെയ്ത് ആ സമയത്ത് ഒരു ചെറിയ വേദന കുറവുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാനൊന്ന് മറിഞ്ഞു വീണു. മോനെ പിടിക്കാൻ ചെന്നപ്പോൾ മറിഞ്ഞു വീണു. ആ സമയത്ത് എനിക്ക് ഈ ബാക്ക് പെയിൻ നല്ല കൂടി. അതിനുശേഷം പിന്നെ എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥ, ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു അവസ്ഥയിലോട്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഏകദേശം ഒരു 2 മാസത്തിന് മുന്നേ ഇതുപോലെ മോനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആഞ്ഞപ്പോൾ എൻ്റെ മുതുക് ഒന്ന് വെട്ടി പിടിച്ചതാണ്. അതിന് മുന്നത്തെ മാസവും ഇതേ കണക്ക് സംഭവിച്ച് ഞാൻ ഗ്യാസ് കയറിയതാണെന്നും പറഞ്ഞ് വീട്ടിലിരുന്ന് എൻ്റെ അമ്മ എനിക്കെല്ലാം ചെയ്തു തന്നു. ഒരു 4 ദിവസം ഏകദേശം അങ്ങനെ കളഞ്ഞു. പിറ്റേ മാസം എനിക്ക് സെയിം വന്നപ്പോൾ ഞാൻ നമ്മുടെ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ് പോയത്. അവിടുത്തെ കാഷ്വാലിറ്റി കാണിച്ചപ്പോൾ പറഞ്ഞ് ഡിസ്കിൻ്റെ പ്രോബ്ലമാണ്, ഇത് കുറവല്ലെങ്കിൽ നാളെ OPയിൽ വന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിസിറ്റിയിൽ OPയിൽ പിറ്റേ ദിവസം പോയി കൺസൾട്ട് ചെയ്ത്, അപ്പോൾ ഇത്രയും പെയിൻ ഇതായതുകൊണ്ട് MRI ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ MRI ചെയ്തു. MRI ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞാൽ ഡിസ്ക് നല്ല പ്രശ്നമാണ്. അത് നമ്മുടെ സ്പൈനൽ കോഡിൽ ഇടിച്ചിട്ട് നീരടിച്ചിരിക്കുവാണ്. അതുകൊണ്ടാണ് എനിക്ക് അനങ്ങാൻ പറ്റുന്ന ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ഞാൻ 4 ദിവസം നമ്മുടെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കൊല്ലത്ത് കൊട്ടിയത്ത് കടന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് അപ്പം ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ അനങ്ങരുത്, കുഞ്ഞൊന്നും ഒരു സാധനം എടുക്കരുത്, ഈവൻ കുളിക്കണമെങ്കിൽ പോലും കസേര ഏതെങ്കിലും ഇരുന്നിട്ട് കോരി ഒഴിച്ച് കുളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫുൾ റെസ്റ്റ് തന്നെയായിരുന്നു. ബെഡിൽ തന്നെ കിടക്കുക, ആരെങ്കിലും എടുത്തുകൊണ്ട് വരുന്ന ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുക. ആ ഒരവസ്ഥയിലാണ് ഞാൻ ആശ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ വന്നത്. ഇതിപ്പോൾ 8ാമത്തെ ദിവസമാണ്. വന്നപ്പോൾ 2 വീക്സാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പോൾ 8 ദിവസം ആയെങ്കിലും ഒരു ആദ്യത്തെ 2 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സത്യത്തിൽ നല്ലപോലെ ഇരിക്കാവുന്ന മാത്രമല്ല നടക്കാനും ഒക്കെയും കുഴപ്പമില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇതായിട്ട് ഇരിക്കാൻ പിടിക്കാനൊന്നും ചെയ്യില്ല, കാരണം ഡിസ്ക് കംപ്ലൈൻ്റ് ഇല്ലേ, ഡിസ്ക് ഇട്ടിട്ട് നമുക്ക് നോക്കാം. പക്ഷെ ഇപ്പോൾ ഡിസ്ക് ഇട്ട് കഴിഞ്ഞിരുന്നിട്ട് ഇപ്പം 3 ദിവസമായി. എനിക്ക് നല്ല ആശ്വാസം ഉണ്ടെന്ന് മാത്രമല്ല മനസ്സിനും ഒരു സമാധാനമായി. കാരണം എന്നെങ്കിലും ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ ഒരു സൈഡിൽ ഒരു ബെഡിൽ എനിക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയണം എന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇപ്പം എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ പിള്ളേരുടെ കാര്യങ്ങളായാലും, എനിക്ക് 3 കുട്ടികളാണ്, അവരുടെ കാര്യങ്ങളായാലും എന്ത് എനിക്ക് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഡോക്ടറിനെ റെഫർ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ അതേ അവസ്ഥയിൽ കഴിയുന്ന കുറേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഈ പെൺകുട്ടികളാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് നടുവിന്. അപ്പോൾ താങ്ക്സ് ഡോക്ടർ, എനിക്ക് ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തതിന് വെരി താങ്ക്സ്.